നമസ്തേ. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചേർന്ന നേതൃത്വ സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എറണാകുളത്ത് നടന്ന നേതൃത്വ യോഗത്തിൽ മുന്നോക്ക, പിന്നാക്ക, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിലെ വിവിധ ഹിന്ദു സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സംഘാടകരുടെ അവകാശവാദ പ്രകാരം 150 സംഘടനകളിൽ നിന്നായി ഏകദേശം 250 നേതാക്കൾ സമ്മേളനത്തിൽ പങ്കാളികളായി. സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രധാന ആവശ്യം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ യഥാർത്ഥ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സാഹചര്യം പഠിക്കാൻ സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കണമെന്നതാണ്. മറ്റ് മതസമൂഹങ്ങളെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ വിവിധ കമ്മീഷനുകളെ നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടികളും ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഭൂരിപക്ഷ സമൂഹത്തിനായി ഇതുവരെ സമാനമായ പഠനം നടന്നിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും സംസ്ഥാനത്തെ എല്ലാ MLA-മാരെയും MP-മാരെയും നേരിൽ കണ്ട് പിന്തുണ തേടാനും നേതൃത്വ സമ്മേളനം തീരുമാനിച്ചു. സാമൂഹിക സുരക്ഷ, സാമൂഹിക സമത്വം, സാമൂഹിക നീതി എന്നീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആഗസ്റ്റ് 5-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. സമ്മേളനത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഉന്നയിക്കപ്പെട്ടു. മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി ആരോപിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. അതോടൊപ്പം അതിഥി തൊഴിലാളികളുടെ മറവിൽ അനധികൃതമായി താമസിക്കുന്നതായി ആരോപിക്കുന്ന വിദേശ പൗരന്മാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹിന്ദു സമൂഹത്തിന് ഭരണഘടന അനുവദിച്ച സംവരണ ആനുകൂല്യങ്ങളെ ബാധിക്കുന്ന തരത്തിൽ നടപ്പിലാക്കുന്നു എന്ന് ആരോപിക്കുന്ന മതസംവരണം അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കുറയ്ക്കാൻ ശക്തമായ ബോധവൽക്കരണവും നിയമ നടപടികളും വേണമെന്നും ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മദ്യവിമുക്ത കേരളത്തിനായി പ്രവർത്തിക്കണമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI അന്വേഷണം വേണമെന്ന ആവശ്യം സമ്മേളനത്തിൽ ആവർത്തിച്ചു. കൂടാതെ ദേവസ്വം ബോർഡുകളിൽ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് പകരം അനുഭവ സമ്പത്തും ഭക്തിയും ഭരണപരിചയവുമുള്ള വിശ്വാസികളെ മാത്രം നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടു. സംസ്കൃത പഠനം സംരക്ഷിക്കണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഭാഷാ നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു. പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഭൂമി പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഒരു മാസം ഹിന്ദു ഏകതാ മാസമായി ആചരിക്കാനും പഞ്ചായത്ത് തലത്തിൽ നേതൃത്വ സംഗമങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഈ പരിപാടികളിൽ ഹിന്ദു അവകാശ പത്രികയുടെ പുതുക്കിയ പതിപ്പ് പ്രകാശനം ചെയ്ത് പിന്നീട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടക്കുന്ന സാഹചര്യത്തിൽ ക്ഷേത്രഭൂമികൾ സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം സംരക്ഷിക്കണമെന്നും മുൻകാല പഠനങ്ങളിൽ കണ്ടെത്തിയതും മറ്റ് നഷ്ടപ്പെട്ടതുമായ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ മതം മാറിയ ശേഷവും സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന നിലവിലെ സാഹചര്യം പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് വകമാറ്റുന്നത് തടയാൻ ശക്തമായ നിയമം കൊണ്ടുവരണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഹിന്ദു സമൂഹത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായി ചർച്ച നടത്തുകയും ആവശ്യമെങ്കിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതൃത്വ സമ്മേളനം വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഷൈനു, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KV. ശിവൻ, ക്യാപ്റ്റൻ സുന്ദരൻ, ജില്ലാ പ്രസിഡന്റ് PC. ബാബു എന്നിവർ പങ്കെടുത്തു. ഹിന്ദു രക്ഷാ